ഗൈസ്, ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ പോയൊരു ഹൊറർ മൂവി കണ്ടിട്ടുണ്ട്. കിടില ഹൊറർ എന്ന് പറഞ്ഞാൽ കിടില പുതിയ മമ്മി, ലീ കോർണിൻസ് മമ്മി എന്ന് പറയുന്ന മൂവി എങ്ങനെയുണ്ട്? I could do this all day, I could do this all night, all month, all year for my... ഗൈസ്, തിയേറ്ററിൽ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ഒരു ഭയാനകമായ ഒരു ഹൊറർ മൂവി റിലീസായിരിക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്ന ഒരു ജംപ് സ്കെയറും അങ്ങനത്തെ ഒരു സംഭവം വരുന്ന പോലത്തെ ഒരു ഹൊറർ മൂവിയല്ല മമ്മി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പേടിക്കും. കുട്ടികളത് കൊണ്ടുപോയാൽ അവർ അവിടെ ഇരുന്ന് പേടിച്ചില്ലെങ്കിലും അവരുടെ മനസ്സിൽ കുറേ സീക്വൻസസ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ പേടിക്കാതെ, നിങ്ങൾ ഇത് കണ്ടിട്ടും പേടിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ പ്രശ്നമല്ല. നിങ്ങൾക്ക് റിയാലിറ്റി എന്താണ്, നിങ്ങൾക്ക് ഫിക്ഷൻ എന്താണെന്ന് അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് പ്രായമാകുമ്പോൾ നമുക്ക് വരുന്നതാണ്. സോ കിടില ഒരു ഹൊറർ മൂവി എന്ന് തന്നെ പറയാം. ജംപ് സ്കെയറോ സംഭവം വെച്ചിട്ടല്ല, ഇതിൽ വിഷ്വൽസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വിഷ്വൽസും സ്റ്റോറിയും ആ ഒരു മേക്കിങ്ങും വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നല്ലൊരു ഹൊറർ മൂവിയാണ് മമ്മി എന്ന് പറയുന്നത്, ലീ ക്രോണിൻസ് മമ്മി. നിങ്ങൾ പണ്ടത്തെ മമ്മി മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ഒന്നും കമ്പയർ ചെയ്യല്, അതുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്ത ഒരു പുതിയ ഒരു തീമിൽ എടുത്തിരിക്കുന്ന മമ്മി മൂവിയാണ്. നിങ്ങൾ ഒരു ഹൊറർ മൂവി, കോൺജറിങ് അങ്ങനത്തെയൊക്കെ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഓഫ് മൂവിയിലാണ് ഈ ഒരു മമ്മി കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. സോ അത്യാവശ്യം നല്ല രീതിയിൽ ഹൊററുണ്ട്. പണ്ടത്തെ മമ്മി എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കോമഡിയും അതിൽ കുറച്ച് ത്രില്ലിങ് സംഭവവും ഇൻവെസ്റ്റിഗേഷൻ പോലത്തെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളില്ല. ഇതിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഫസ്റ്റ് ഹാഫ് മുതൽ തുടങ്ങുന്ന നല്ലൊരു സ്റ്റോറി, അത് ഹൊറർ ബിൽഡ് ചെയ്ത് സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ അങ്ങ് കത്തിക്കേറെയാണ് ഹൊറർ. അതിൽ ജംപ് സ്കെയറോ സംഭവമൊന്നുമല്ല, കാണുന്ന വിഷ്വലിലാണ് സ്കെയറിയസ്റ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇത്രയും ഒരു ഹൊറർ മൂവി ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത്. ഞാൻ സാധാരണ ഹൊറർ മൂവി തിയേറ്ററിൽ പോയി കാണുമ്പോൾ കുറേ ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, കൂവലും ബഹളോ, അതൊക്കെ കോൺജറിങ്ങിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് കോൺജറിങ്ങിനേക്കാളും ഹൊററാണ് ദി മമ്മി എന്ന് പറയുന്നത്, ഈ ഒരു ലീ ക്രോണിൻസിൻ്റെ മമ്മി. ഡെഫിനറ്റ്ലി നിങ്ങൾ പോയി കാണണം. സോ മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഹാഫ് മൂവി ഒരു സ്റ്റോറി ഇങ്ങനെ സ്ലോലി ബിൽഡ് ചെയ്ത് വരുന്നതാണ്. മിസ്റ്ററി ഉണ്ട് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ. നമുക്ക് എന്തെന്നറിയാന്നുള്ള ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ. കുറച്ച് മിസ്റ്ററി ഉണ്ട്, അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ നമ്മൾക്ക് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ്. അത് സെക്കൻഡ് ഹാഫിൻ്റെ ഒരു പകുതി വരെ നമുക്ക് യാതൊരുവിധ ഐഡിയയും കിട്ടാത്ത തരത്തിലാണ് അത് മൂവ് ചെയ്യുന്നത്. സോ അത് കുറേ കൂടെ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ കുറേ ഹൊററായിട്ടുള്ള സീക്വൻസസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോയി, സെക്കൻഡ് ഹാഫ് തൊട്ടാണ് പീക്ക് ഓഫ് ദ ഹൊറർ എന്ന് നമ്മൾ പറയുന്നത്. പീക്കിലോട്ട് കൊണ്ടുപോകും ഹൊററിനെ. അത് നമുക്ക് അത്യാവശ്യം പേടിപ്പിക്കാനുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതിപ്പോൾ കുട്ടികളെ ആണെങ്കിലും അഡൽസിനെ ആണെങ്കിലും പേടിപ്പിക്കാനുള്ള ഒത്തിരി സീക്വൻസസ് ഇതിൽ കാണിക്കുന്നുണ്ട്. ക്ലൈമാക്സ് വരുമ്പോൾ അങ്ങേ അറ്റത്തെ ഹൊററിൻ്റെ 100% എന്താണ് ആ ഒരു ലെവലിൽ കൊണ്ടുവന്ന് നിർത്തും ക്ലൈമാക്സ്. പിന്നെ ക്ലൈമാക്സ് നമുക്ക് കാണുമ്പം എന്ത് പറ്റും, ഒരു ഹൊറർ മൂവിയല്ലേ, അപ്പം ഒരു ഗോസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ആവാഹിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പിടിക്കാൻ വരും, എങ്ങനെയെങ്കിലും തളയ്ക്കും എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ ക്ലൈമാക്സിൻ്റെ എൻഡ് വരെ നമുക്ക് ഒരു ഐഡിയയും കിട്ടത്തില്ല ഇതെങ്ങനെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് സർവൈവ് ചെയ്യുമോ എന്നുള്ളത് ഈ ഒരു മമ്മീന്. സോ കിട്ടില്ല ഒരു ഹൊറർ മൂവി, വെൽ ക്രാഫ്റ്റഡ് ആണ്. മേക്കിംഗ് എടുത്ത് പറയേണ്ടതാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറി എടുത്ത് പറയേണ്ടതാണ്. പിന്നെ അഭിനയിച്ചവരെല്ലാം വൻ കിടിലമായിട്ട് അവരുടേതായ സീക്വൻസസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇത് തിയേറ്ററിൽ പോയി കണ്ടിരുന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. നമ്മളൊരു മൊബൈലിലിരുന്ന് കണ്ടാലോ, നമ്മളൊരു ടി വിയിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലിരുന്ന് കണ്ടാലോ നമുക്ക് ആ ഒരു ഹൊററിൻ്റെ ഫീല് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് ദ ഡിസ്റ്റർബൻസ്. മേ ബി നമ്മൾ വേറെ എന്തെങ്കിലും ഇൻട്രാക്ട് ആവുക അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ആ ഹൊററിൻ്റെ ഡെപ്ത് അറിയാൻ പറ്റാത്തത്. ബട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്നത് ഈ ഒരു മൂവി കണ്ടു നോക്കണം. ഞാൻ പല ഇൻസ്റ്റയിൽ വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു, ആൾക്കാർ വൊമിറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് ഇറങ്ങി വരുന്ന അങ്ങനത്തെ കുറേ സീക്വൻസസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഹൊറർ അത്രത്തോളം ഭയങ്കര പേടിയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പോയിരുന്ന് കാണാം. ഭയങ്കര പേടിയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ പോയിരുന്ന് കാണല്. കാരണം അത്രയ്ക്ക് ഹൊററായിട്ടുള്ളൊരു മൂവിയാണ് ഈ ഒരു മമ്മി എന്ന് പറയുന്നത്. നിങ്ങൾ നേരത്തെ മമ്മി കണ്ടത് വെച്ച് ഒരു കമ്പാരിസണും ചെയ്യല്. അതൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് സംഭവം. ഇത് എൻറ്റയർലി നമ്മുടെ കോൺജറിങ് ടൈപ്പ് ഓഫ് സംഭവം. ബട്ട്
ജംപ് സ്കെയർ ഇല്ല, കോൺജറിങ് ടൈപ്പ് ജംപ് സ്കെയറോ സംഭവങ്ങളോ ഇല്ല. എല്ലാം ആ വിഷ്വലി നമ്മൾ കാണുന്നതിൻ്റെ സ്കെയറി തിങ്സ് ആണ് ഉള്ളത്. സോ മസ്റ്റായിട്ട് ഇത് തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണണം. നിങ്ങളല്ലാതെ വെയിറ്റ് ചെയ്യേണ്ട OTT റിലീസ് ചെയ്യാനോ ഒന്നും. നിങ്ങൾക്ക് ഹൊറർ മൂവി ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് പോയി കണ്ടോളൂ. ഞാൻ ഔട്ട് ഓഫ് 5 ഈ മൂവിക്ക് ഒരു 3.9 കൊടുക്കുകയാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഈ മൂവിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 2 മണിക്കൂർ 11 മിനിറ്റാണ്. അത്യാവശ്യം ഡ്യൂറേഷനുള്ളൊരു ഹൊറർ മൂവിയാണ്. സാധാരണയൊക്കെ ഏകദേശം 1.5 മണിക്കൂറൊക്കെ വെച്ചാണ് ഇംഗ്ലീഷ് മൂവി മിക്കതും നിർത്തുന്നത്. ബട്ട് 2 മണിക്കൂർ 11 മിനിറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്കെയറി മൂവിയാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ജാക്ക് റൈനറാണ്. നമ്മളെ ട്രാൻസ്ഫോമേഴ്സ് മൂവിയിലൊക്കെ പുള്ളിക്കാരനാണ്. പിന്നെ ഡയറക്ടർ റൈറ്റർ പുള്ളിയുടെ പേരാണ് അതിൽ എഴുതിയിരിക്കുന്നത്, ലീ ക്രോണിൻസ് ദി മമ്മി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് മൂവി. നമ്മൾ പഴയ മമ്മിയായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റാത്തൊരു ഡിഫറെൻറ്റ് മമ്മി മൂവിയാണ്. എനിക്കിതിൻ്റെ മമ്മി മൂവി എന്ന് പറയുന്നതിനേക്കാളും ഭയങ്കര ഒരു സ്കേറി ആയിട്ടുള്ളൊരു ഗോസ്റ്റ് മൂവി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ബട്ട് അവരത് മമ്മിയായിട്ട് കണക്ട് ചെയ്തിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്തോളൂ. മൊബൈലോ OTT വിട്ടേക്ക്. ഇത് അങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചിലപ്പോൾ പേടിയായെന്നൊന്നും വരത്തില്ല. കാരണം നമ്മൾ വലിയ സ്ക്രീനിൽ കാണുന്ന കുറേ സ്കെയറിയസ്റ്റ് പാർട്ട് നമുക്ക് മൊബൈലിലൊക്കെ ഇരുന്ന് മിസ്സാവും. സോ മൂവി നല്ല കിടിലമായിട്ട് എടുത്തിട്ടുണ്ട്. മമ്മി ഫ്രാഞ്ചൈസി ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ചോദിച്ചാൽ ഒരു കണക്ഷനും ഇല്ലാത്തൊരു മൂവിയാണ്. ഒരു പുതിയൊരു മമ്മിയുടെ ഒരു ജോണർ ഓഫ് മൂവി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ നമ്മളൊരു 90s വൈബിലേക്ക് ഒരു ഹൊറർ മൂവിയൊക്കെ കാണുമ്പോൾ അത്യാവശ്യം നമുക്ക് പേടി വരത്തില്ലേ? ടെറിഫൈങ്, ഡിസ്കസ്റ്റിങ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സംഭവങ്ങളില്ലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയിരുന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹൊറർ മൂവി ഇഷ്ടമുള്ളവർ, അല്ലാതെ ഹൊറർ മൂവി ഒട്ടും താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ മൂവിക്ക് കയറില്ല. നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമാവില്ല. ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നും, ടെറിഫൈങ് ആയിട്ട് തോന്നും. നിങ്ങൾ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് കാണാൻ പാടില്ല. ഹൊറർ മൂവി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നവർ പോയിരുന്ന് കണ്ട് 2 മണിക്കൂർ ഇരുന്ന് പേടിക്കുക. അപ്പം നമുക്ക് ഈ ഒരു ഏപ്രിൽ മാസം നല്ലൊരു ഹൊറർ മൂവി ഇംഗ്ലീഷിൽ കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ മസ്റ്റായിട്ട് പോയി കണ്ടോളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വിടുന്നതാണ്. അതൊരു സീ യു, ബൈ ഗൈസ്.